ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു കൊഴുക്കട്ടയാണ്. ഇത് ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അമ്മയൊക്കെ ഉണ്ടാക്കി തരാറുള്ളതാണ് 4 മണിക്ക് സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത്. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി വീഡിയോയിലോട്ട് കിടക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട്. അപ്പോൾ 1 കപ്പ് വെള്ളത്തിന് ഞാൻ 1 കപ്പ് പൊടി തന്നെയാണ് എടുക്കുന്നത്. സാധാരണ വറുത്ത പൊടി ഉണ്ടല്ലോ, ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ആ ഒരു രീതിയിലാണ് കുഴച്ചെടുക്കുന്നത്. തിളപ്പിച്ചതിന് ശേഷം ഞാൻ കുറച്ച് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അരിപ്പൊടി ഉണ്ടല്ലോ 1 കപ്പ്, അത് ഇടുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ അരിച്ചിടുകയാണ്, അതിൻ്റെ തരിയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അരിച്ചിട്ടതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കുക ചെയ്യേണ്ടത്. ചൂട് മാറിയതിന് ശേഷം ആദ്യം സ്പൂൺ കൊണ്ട് കുഴച്ചിട്ട് പിന്നെ കൈ കൊണ്ട് കുഴച്ചാൽ മതി. കുറച്ച് വെള്ളമൊക്കെ തടവിയിട്ട്, നല്ല ചൂടുണ്ടാവും, അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം കുഴയ്ക്കാൻ. അപ്പോൾ നല്ല രീതിയിൽ കുഴച്ചെടുക്കുക. ഇനിയിപ്പം അടുപ്പിൽ തന്നെ വെച്ചിട്ട് വേണമെങ്കിൽ മിക്സ് ചെയ്യാം, അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും കൊഴുക്കട്ട. പക്ഷെ നമ്മൾക്കിത് സ്പൈസി ആയിട്ടുള്ളത് കൊണ്ട് ഒന്ന് ഇച്ചിരി കടിച്ച് കഴിക്കുന്നതാണ് നല്ലത്. അത്ര സോഫ്റ്റായി കഴിയുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് മാവ് പൊടി ഇട്ടിട്ട് കുഴച്ചിരിക്കുന്നത്. ഇനി നമ്മൾക്ക് അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾക്ക് ജീരകം ഇടണം, 1/2 ടീസ്പൂൺ ഇടണം. എണ്ണ ഞാനിവിടെ വെളിച്ചെണ്ണ അല്ല എടുത്തിരിക്കുന്നത്, സാധാരണ എണ്ണയാണ്. പക്ഷേ വെളിച്ചെണ്ണയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല നാടൻ ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പം നമ്മൾക്ക് ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് വറ്റൽമുളകാണ്. വറ്റൽമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഒരു 3 4 എരിവിനനുസരിച്ച് ചേർക്കാം. അതില്ലെന്ന് വെച്ചാൽ പൊടിയുണ്ടല്ലോ, മറ്റേ ചില്ലി ഫ്ലേക്സ്, അത് വേണമെങ്കിലും ചേർക്കാം. പിന്നെ ഇനി ഒരു പിടി തേങ്ങ ആണ്, ഇത് കൊത്തി അരിഞ്ഞതാണ് ചേർക്കേണ്ടത്, ചിരവിയതല്ല. ഇതുപോലെ ചെറുതാക്കിയിട്ട് അരിഞ്ഞതാണ് ചേർക്കുന്നത് ഞാനിവിടെ. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ പിന്നെ കറിവേപ്പില ചേർക്കണമെങ്കിൽ അതും കൂടെ ചേർക്കാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ചേർക്കാത്തത്, നിങ്ങൾക്ക് ചേർക്കാം. അടുത്ത ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്, വൻപയർ വേവിച്ചെടുത്തതാണ്, ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തതാണ്. ഇതൊരു 1 കപ്പ് ഉണ്ട്, പക്ഷേ 1 കപ്പ് മാവിന് 1/2 കപ്പാണ് കറക്റ്റായിട്ടുള്ള പാകം. ഇപ്പം ഞാനിച്ചിരി ഇവിടെ കൂടുതൽ എല്ലാവർക്കും ഇഷ്ടമുള്ളതുകൊണ്ട് കുറച്ച് കൂടുതൽ ചേർക്കുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ നിങ്ങൾക്ക് 1 കപ്പ് വേണമെങ്കിൽ അത്രയും ചേർക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്, കാരണം പയറിൽ കുറച്ച് ഉപ്പ് ഇച്ചിരി കുറവുണ്ട്. ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്, പക്ഷേ വെള്ളം ഊറ്റിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി, അതുകൊണ്ട് ചേർത്താണ്. ഉപ്പൊക്കെ നിങ്ങൾ മാവിൽ ചേർത്തിട്ടുണ്ട്, അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഉപ്പ് ചേർക്കുക. അതിനുശേഷം നമ്മളൊന്ന് 1 മിനിറ്റ് വഴറ്റിയാൽ മതി അത്. അതിനുശേഷം ഇതിലോട്ട് ചേർക്കുക, നമ്മുടെ മാവിലോട്ട് ചേർത്തിട്ട് ആ മാവുണ്ടല്ലോ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് സാധാരണ ഉരുണ്ട പിടിക്കുന്നത് പോലെ ഉരുണ്ടയാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഇതുപോലെ കണ്ടോ, നല്ല റൗണ്ടാക്കി എടുക്കുക, അത്രേ ഉള്ളൂ. ഇത് വളരെ എളുപ്പം തന്നെയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സാധാരണ മറ്റേ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഫില്ല് ചെയ്ത് റൗണ്ടാക്കി കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ചുമ്മാ ഒന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുഴക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ എല്ലാം ഉരുണ്ടകളാക്കിയതിന് ശേഷം ആവി വെക്കുകയാണ് ചെയ്യേണ്ടത്, സാധാരണ ആവി വെക്കുന്ന പോലെ തന്നെ. ഇതിപ്പോൾ എനിക്ക് 12 ഉരുണ്ടകളാണ് കിട്ടിയിരിക്കുന്നത് 1 കപ്പ് മാവിന് വേണ്ടിയിട്ട്. ഇത് നമ്മൾക്കിനി ഒരു 15 മുതൽ 20 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ സമയം. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ എടുത്ത് നോക്കുക, വെന്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത്രയും വെച്ചാൽ മതി, ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ വയ്ക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേ 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ എടുത്ത് നോക്കുന്നത്. അപ്പം എൻ്റെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ചെറിയ ഉരുണ്ടയാണല്ലോ, അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റിയാണ്, അതുപോലെ നല്ല സ്പൈസിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഇതൊരു വെറൈറ്റി ആയിരിക്കും അല്ലേ, സാധാരണ ഇത് പ്രത്യേകിച്ച് ഇത് പാലക്കാടുകാരാണ് ഉണ്ടാക്കുന്നത് കണ്ടിരിക്കുന്നത്. വേറെ ആരൊക്കെ ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാക്കാറുള്ള ഒരു റെസിപ്പി ആയിരുന്നു പണ്ടൊക്കെ. ഇപ്പോഴൊന്നും ഇത് അധികം ആരും ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതാണ്. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.